ഹായ്, എല്ലാവർക്കും അവർ ജേണി വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എവിടേക്കാ പോണം പറഞ്ഞിട്ടോ? നമ്മളിന്ന് ആക്ച്വലി പോണത് കൽബയിലേക്കാണ്. കൽബ അവിടെ അവിടെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസുകളുണ്ട്. അതിന് ചെറിയൊരു സൂ ഇല്ലേ? സൂ പിന്നെ ബേർഡിന്റെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടു. ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു അത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടേക്കാണ് പോണത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്ന ശേഷം പറയാം. ഈ ടണല് 450 മീറ്റർ ഉള്ളത് കേട്ടോ. കൽബ ഷാർജ റോഡ്. ഈ റോഡിൻ്റെ നമ്പർ 102. ഷാർജ ഒരേ ഒരു റോഡാണ് 102 ഷാർജ കൽബ റോഡ്. ഇതൊരു 450 മീറ്റർ നീളമുള്ള ഒരു ടണലാണ്. കഴിഞ്ഞു. ഈ കാണുന്ന സ്ഥലമാണ്, ഇതിൻ്റെ പേരാണ് ഹാങ്ങിങ് ഗാർഡൻ. ഇത് നമ്മൾ കൽബ ഷാർജ റോഡിലുള്ളതാണ് ഹാങ്ങിങ് ഗാർഡൻ. ഞങ്ങൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ എത്തിയിട്ടാ. അൽ ഹഫയ്യ മൗണ്ടൻ കൺസർവേഷൻ സെൻറ്റർ. ഞങ്ങൾ പറഞ്ഞ സ്പോട്ട് ഇതാണ്. ഓൾറെഡി ഇവിടെ എത്തിച്ചേർന്ന്. നമ്മൾ വരേണ്ട റോഡ് നേരത്തെ പറഞ്ഞു, ഷാർജ കൽബ ഒരേ ഒരു റോഡാണ് 102 നമ്പർ, റോഡ് നമ്പർ. എൻ്റെ വൈഫോടെ എന്നിട്ട് എന്തോ ഒക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്യൂസ്ഡേ ടു തേഴ്സ്ഡേ അവിടെ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 9 AM to 6 PM, ഫ്രൈഡേ 2 PM to 6 PM. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് പെർ ഹെഡ് 25 എന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കണ്ട്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ എത്തി. ഓൾറെഡി ടിക്കറ്റ് പ്രൈസ് 15 ദർഹട്ട പെർ ഹെഡ്. കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പൊ നമുക്ക് ഈ ടിക്കറ്റ് വെച്ചിട്ട് നമ്മൾ കാണുന്ന വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റും. ആദ്യം കാണുന്ന വണ്ടി, ഇതിനിപ്പോ എന്താ പേരിക്ക് അറിയില്ല ഈ കാറിന്. ഇതിൽ പോവാണെങ്കിൽ ഫ്രീ ആണ് കേട്ടോ. ഇൻഡോർ നമ്മൾ വാക്കിങ് പോകണം. ഔട്ട്ഡോർ പോകുമ്പോ ഈ വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോകും. വലിയ തിരക്കൊന്നുമില്ല വീക്കെൻഡ് ആയിട്ടും. ആ നേരിൽ കാണാണ് ടിക്കറ്റ് അടക്കണ സെന്റർ. ടിക്കറ്റ് കഴിഞ്ഞ ഇത് കുറുക്കൻ. നമുക്ക് കാണാം. ഞങ്ങളിപ്പോ ഇൻഡോറിലാണ്, പോകാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇൻഡോറിലൊരു 20 മിനിറ്റ് കാലമുള്ള ഇതുള്ളൂ മാക്സിമം. കുറച്ച് മൃഗങ്ങൾ കാണാം. ആട്, അങ്ങനെ പുലി അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ചെന്നേരം നമുക്കറിയാം എന്തൊക്കെ കാണാൻ പറ്റുന്നു.
ഇതിന്റെ ഉള്ളില് 2 ചേട്ടന്മാർ കിടക്കുന്നുണ്ട് കേട്ടോ. അതേ കിടന്നുറങ്ങാണ്. അറേബ്യൻ വോൾഫ്. ഒന്ന് സൂം ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ 2 ചേട്ടന്മാർ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? അറേബ്യൻ വോൾഫ്. ശരിക്കും സൂക്ഷിച്ചാൽ കാണാം. കുറച്ച് ദൂരമുണ്ട്. ഞാൻ സൂം ചെയ്തെടുത്താണ്. പേരൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഹൈനനെ നോക്കിയിരിക്കുന്നു. കട്ട വെയിറ്റിങ്ങിലാണ്. ഹൈനനെ നോക്കിയിരിക്കുക. നമ്മുടെ ഈഗിളിന്റെ ആണ് കേട്ടോ. ഭാഗ്യം കാണാം. ഈഗിളിന്റെ അസ്ഥികൂടങ്ങളാണ് വെച്ചേക്കുന്നത്. ഏതിലും കല്ലിന്റെ മറവിൽ കിടന്ന് ഉറങ്ങുണ്ടാവും. ഇതാണ് ഇതിലുള്ള എക്സിബിഷനിലെ കാഴ്ചകളായി കാണുന്നത്. അങ്ങനെ അറേബ്യൻ ലിയോപാർഡിനെ നമുക്ക് കാണാൻ പറ്റി. ഇപ്പൊ എന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. ഈ മുതലാണ് നോക്കി ഞങ്ങൾ വന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുള്ള അറേബ്യൻ ലിയോപാർഡ് എന്നാണ്. ലിയോപാർഡ്. അവർക്ക് വെസ്പിണി വരും. വെസ്പില്ല. വെസ്പിണി ഓടി അയാളുടെ അടുത്തേക്ക് എപ്പ വന്നു വെച്ചാൽ
എടുത്തില്ല. ഞാൻ ഇന്ന് ഓടിച്ചു തരാട്ടാ. ഇവിടെ നിൽക്കണട്ടാ. നോട്ടിണ്ടാവും. ഏത് ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് പാമ്പുകളാണ്. പാമ്പുകൾ പാമ്പുകളുടെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. Oh my god. Where? Let's find me now. ഈ ടാങ്കിന്റെ ഉള്ളില് ഇവരൊരു രണ്ട് ചെറിയ എലിക്കുട്ടികളാണ്. നമ്മുടെ നാട്ടിലെ എലിക്കുട്ടികൾ ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. കാണുന്ന പോലെ അല്ല കേട്ടോ അത്. ഇങ്ങനെ ഓടാലോ. വെച്ചിട്ട് ഓടി നടക്കുന്നുണ്ട് വെപ്രാളം പിടിച്ചിട്ട്. ഒരുപാട് മാൻകുട്ടികളുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഒരുപാട് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇതിലുള്ള റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കണമെങ്കിൽ റെസ്റ്റോറന്റ് ഒക്കെ ഉള്ളിലുണ്ട്. ഒരുപാട് മാൻകുട്ടികൾ അകലെ കിടക്കുന്നുണ്ട്. അത് ഡിസൈഡ് വീഡിയോയിലിടും, പിന്നെ ഷോർട്ടിലിടും. അംബ്രല തോർ അക്കസിയ മരത്തിന്റെ പേരാ അക്കസിയ. സിൽവർ ബോട്ടൽ വുഡ്. ഇത് ഏതാ
സൂക്ഷിച്ച് നോക്കി കാണാം. 4 ഈഗിളുണ്ട്. ഒന്നും മുകളില് One of my friends doesn't want to be my friend. ഇതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അടിയിൽ ഞങ്ങൾ പുലിനെ കണ്ടു. ദേ ഒന്നുകൂടി കാണിക്കാം പുലിനെ. ടോപ്പിൽ നിന്നിട്ട് ദേ പുലിനെ ഒന്നുകൂടി കാണിക്കാം. ദേ അടിയിൽ പുലി കണ്ടില്ലേ? അത്ര ഹൈറ്റിൽ പറയാൻ പറ്റില്ല, ചുറ്റുമലകൾ കാണാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, കാരണം അധികം പ്രൈസും ഇല്ല. ഓൺലി 15 ദിർഹമുള്ളൂ. അങ്ങോട്ട് നിൽക്കും. ഞങ്ങളിപ്പോ എത്തി നിൽക്കുന്ന സെക്കൻഡ് ടൂറിസ്റ്റ് ഒരു സ്പോട്ടാണ് അൽ ഹീഫിയ. ആദ്യം പോയ സ്ഥലം അൽ ഹീഫിയ തന്നെയായിരുന്നു. അൽ ഹേഫിയ. ഇതിപ്പോ അൽ ഹേഫിയ ഡാമാണ്. അവിടേക്കാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത്. നേരത്തെ വന്ന സ്ഥലം അൽ ഹേഫിയ തന്നെയാണ്. അതൊരു ചെറിയൊരു സൂ ആയിരുന്നു. ചെറിയ സൂ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ വന്നിട്ടുള്ള ഡാമിലേക്ക്. ഇവിടെ ഡാമിന് എഴുതി വെച്ചിട്ടില്ല, ഒരു ഡാമുണ്ട്, ചെറിയ ഡാമുണ്ട് അവിടെ. ഈ സ്ഥലത്തിന്റെ പേരാണെന്ന് തോന്നുന്നു, അൽ ഹേഫിയ. ഇത് കൽബയുടെ ഏരിയ ആണ്. കൽബ മീൻസ് ഷാർജയുടെ ഏരിയ. സ്ഥലം കൽബ. ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ എത്തി നിൽക്കുന്ന സ്ഥലം ഹഫീദിയ ഡാമാണ് കേട്ടോ. ഈ ഒരു സ്ഥലങ്ങൾ ആദ്യമായിട്ട് കാണാണ് ഈ ഹഫീദിയ ഡാം. സ്പോട്ട് കിടക്കുന്ന കൽബയാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെർ ഹെഡ് അല്ലല്ലേ, അതൊരു ഫാമിലി പ്ലാൻ പോലെയുള്ള ഒരു എമൗണ്ട് പറയുള്ളത്. അത് 3 person 100 ദിർഹം, 3 ആൾക്ക് 100 ദിർഹം. അതാണ് ഇവിടെ റേറ്റ്. പെർ ഹെഡ് പറഞ്ഞില്ല. ഇതിന് ചുറ്റും മലകളാട്ടോ. ഈ മലകളിലൊക്കെ മുകളിലൊക്കെ ആൾക്കാര് ഒക്കെ നടന്നു പോവാം. അതേ കണ്ടില്ലേ, ആളുകളൊക്കെ നടന്നു പോകണ്ടില്ലേ, നടന്നു പോവാം. ഒന്ന് സൂം ചെയ്ത് കളിച്ചു തരാം. കണ്ടാ, ആളുകൾ നടന്നു പോകണ്ടില്ലേ, മലയുടെ മുകളിലേക്ക് ആൾക്കാർക്ക് നടന്നു പോവാം. ചില സ്ഥലങ്ങളിൽ അലൗഡല്ല, ഇവിടെ അലൗഡുണ്ട്. അത് അതിനായിട്ടുള്ള റോഡ് ഉണ്ടാക്കി വെച്ചിട്ട് അവര് നടന്നു പോകുന്നത്. പാത്വേ തൊട്ടടുത്ത് 2 താറാവ്. ഇതെന്താ അഷ്ടാരാഗ
100 ദിർഹം അല്ലേ? നഷ്ട നമുക്ക് കാലും കഴിഞ്ഞൊന്ന് വർക്കാവും. ഏറ്റവും ടോപ്പില് ഇതേ കാർഡ് ഒരാള് അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് സൂക്ഷിച്ചു നോക്കിയാൽ ആ ഒരു മരത്തിന്റെ അടുത്ത് ഒരു നിൽക്കുന്നുണ്ട്. വളരെ ദൂരമാണ്. അതിന്റെ അടുത്തൊരു കൊച്ചു നിൽക്കുന്നുണ്ട്. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. പരമാവധി സൂചി ചെയ്തിട്ട് ഇത് ഇല്ല. ഈ എഴുതി വെച്ച ഒന്നും ഇവിടെ അലൗഡല്ല. ഒന്നും ക്യാമ്പിങ് അലൗഡല്ല, സ്മോക്കിംഗ് അലൗഡല്ല, ബാർബിക്യൂ അലൗഡല്ല. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രീ ആട്ടോ, ഫ്രീ എൻട്രി കേട്ടോ. ബോട്ടിങ്ങിന് മാത്രം 3% 100 ദിർഹം. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലെയിൻ ഗ്രൗണ്ട് ഉണ്ട്. പ്ലെയിൻ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ആളുകൾ ബോളിൽ കണ്ടില്ലേ, നേരത്തെ കളിച്ചു തന്നു. വളരെ ബോളിൽ കയറി പോള്. രണ്ടെണ്ണത്തിന് 5 സാധാ ചായ ഉണ്ട്. ഒരു ഏറ്റവും ടോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഉണ്ട് അവിടെ. ഒരു 5-6 പേരുണ്ട്, കുട്ടികളും വലിയവരൊക്കെ ആയിട്ട്. പരമാവധി സൂചി ചെയ്തിട്ട് ഏറ്റവും മുകളിലാണ് ആ ഒരു മരത്തിന്റെ അടുത്ത്. അങ്ങനെ അവിടുത്തെ ഡാമൊക്കെ ഞങ്ങൾ കണ്ട് നമുക്കൊന്നും ഇവിടെ അല്ലേ ഇഷ്ടമല്ലേ ഡാമൊക്കെ? നമ്മള് ഇവിടുന്ന് ഇപ്പൊ വേറെ പ്രത്യേകിച്ച് ബോട്ടിങ്ങിനൊന്നും നടക്കാത്ത കാരണം തന്നെ ഞങ്ങള് തിരിച്ച് റൂമിലോട്ട് പോവാ. പൂമയ്ക്ക് നമുക്ക് ഒരു എന്താ പറയാ ഹാങ്ങിങ് ഗാർഡൻ. അയാൾ കുറച്ച് ജസ്റ്റ് നിർത്തിയാൽ ഫോട്ടോ ഒക്കെ എടുത്തോളെ. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് സമയം ഉണ്ടെങ്കിൽ നിർത്തണം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഇല്ല കേട്ടോ. എല്ലാം ഫ്രീ ആണ്. ബോട്ടിങ്ങിന് മാത്രം ഇവിടെ ഫീ ഉള്ളൂ. കുട്ടികൾക്ക് നല്ല ഹാപ്പിയിൽ കളിക്കാനില്ലേ, നല്ല സന്തോഷത്തില്. ഹോട്ടലൊക്കെ ഉണ്ട്. ഹോട്ടലുണ്ട്, ഇതേവിടെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. കർക്കടത്തിൽ ഹോട്ടലൊക്കെ ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ് കേട്ടോ. ആളുകൾക്ക് അറിയാൻ വേണ്ടി നമ്മൾ എടുത്തെടുത്ത് പറയാനുള്ളത് പാർക്കിംഗ് ഫ്രീ ആണ്, എൻട്രി ഫീസ് ഫ്രീ ആണ്. ബോട്ടിന് മാത്രം ഇവിടെ ഫീസ് ഉള്ളൂ. എന്താ അവിടെ ഹോട്ടലൊക്കെ ഉണ്ട്, കഫ്തീരിയ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് വിടാൻ പോവാ, തിരിച്ച് ദുബായിക്ക് വിടാൻ പോവാ. സമയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ആ ഹാങ്ങിങ് ഗാർഡൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നിർത്തണം. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഹാങ്ങിങ് ഗാർഡന്റെ ഏറ്റവും ടോപ്പിലാണ്. ഇതിൽ നമുക്ക് മുകളിലേക്ക് വരാനുള്ള സ്റ്റെപ്പായിട്ട് വരാനുള്ള വഴിയുണ്ട്. സ്റ്റെപ്പായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരാനുള്ള വഴിയുണ്ട്. പക്ഷെ ഞങ്ങൾ കാറായിട്ട് ഏറ്റവും ടോപ്പിലേക്ക് വന്നു. കാറായിട്ട് ടോപ്പിൽ വരികയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് അടിയിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഇവിടുന്ന് അടിയിലേക്ക് ഇറങ്ങി പോകണമെങ്കിൽ ഫീസ് ഉണ്ട് കേട്ടോ. ടോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഫീസ് ഇല്ല. ഈ ടോപ്പിൽ കാറായിട്ട് വന്നിട്ട് അടിയിലേക്ക് സ്റ്റെപ്പായിട്ട് ഇറങ്ങി പോകണമെങ്കിൽ ഫീസ് ഉണ്ട്. നല്ല രസമുണ്ട് അല്ലേ? ഞങ്ങളുടെ ഇവിടെ വന്നേക്കുന്നത് ഹാങ്ങിങ് ഗാർഡനിലേക്കാണ്. അതിൻ്റെ ടോപ്പ് വശത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതായത് താഴെ നോക്കുമ്പോൾ താഴത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ആളുകൾ അടിയിന്ന് മുകളിലേക്ക് വരാനുള്ള വഴിയാണ് കാണുന്നത്. ഹാങ്ങിങ്സിന്റെ കാണാൻ പറ്റും. അപ്പോൾ അത് ആ തീവണ്ടിയിൽ വന്നിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഇവിടുത്തെ വ്യൂ ഇത്ര കേട്ടോ. നല്ല പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കുറേ നടന്നു. തിരിച്ച് പോണ വഴിക്ക് ഒരു പാർക്കിങ് കിട്ടും. അവിടെ നിർത്തില്ലേ മുകളിൽ കയറി നിന്നു.
सस्ता भी है वो ट्रेन की टिकट 2 दिन ഞാൻ പറഞ്ഞത് നേരത്തെ ഞങ്ങളിപ്പോൾ ഹാങ്ങിങ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതിനു ശേഷം ഒരു വ്യൂ കൂടി എടുത്തിട്ട് ഇവിടുന്ന് വിടാനുള്ള പരിപാടിയാണ്. ഹായ്, ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഔട്ടിങ് കാലത്ത് ഒരു 11 മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ തന്നെ ഞങ്ങൾ ലാസ്റ്റ് നമ്മളിപ്പോൾ സമയം ഇപ്പോൾ എത്ര മണിയാ 5:30 ആ സമയത്ത് നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ടോപ്പിലാണ് ഗാർഡൻ അവിടെ ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ ടാറ്റ ബൈ.